നമസ്കാരം. ഗട്ട് ഹാർമണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാവ്യ അരുൺ, നാച്ചുറൽ മെഡിസിൻ എക്സ്പേർട്ട്. ഇന്നത്തെ നമ്മളുടെ വിഷയം ഗട്ട് ബ്രെയിൻ ആക്സിസിനെ കുറിച്ചാണ്. ബ്രെയിനും നമ്മുടെ വയറും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച്. ഇവ തമ്മിലുള്ള സംസാരം വാഗസ് നെർവ് വഴിയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയും ഹോർമോൺ വഴിയും അതേപോലെ നമ്മുടെ ഗട്ട് മൈക്രോബയോം റിലീസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽസ് വഴിയുമാണ് നടക്കുന്നത്. ഇതിൽ വാഗസ് നെർവിനെ നമ്മുടെ തലച്ചോറും വയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറൽ ഹൈവേ ആയിട്ട് തന്നെ പറയാം. അതായത് നമുക്കിപ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് വരാറില്ലേ? വയറ് നിറഞ്ഞു, ഇനി എനിക്ക് ഫുഡ് വേണ്ട എന്ന തോന്നലുണ്ടാക്കുന്നത് ഈ വാഗസ് നെർവ് വഴിയാണ്. മറ്റൊരു കണക്ഷനാണ് നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി, അതായത് സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഗാബ ഒക്കെ വഴി നമ്മുടെ വയറും ബ്രെയിനുമായി കണക്ട് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന സെറോട്ടോണിൻ്റെ 90% വയറിലാണ് ഉൽപ്പാദനം. ഈ സെറോട്ടോൺ നമുക്ക് ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാനും നല്ലൊരു ശാന്തത മനോഭാവം ഉണ്ടാക്കുവാനും ഉറക്കം നല്ലപോലെ കിട്ടുവാനും നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഈ പറയുന്ന സെറോട്ടോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് വിഷാദരോഗം വരുന്നതും അതേപോലെ മന്ദത അനുഭവപ്പെടുന്നതും താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഇതൊക്കെ അനുഭവപ്പെടുന്നത്. മറ്റൊന്നാണ് ഡോപ്പമിൻ. ഇതിനെ റിവാർഡ് അല്ലെങ്കിൽ ഗുഡ് ഫീൽ കെമിക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മളുടെ തലച്ചോറിൻ്റെ പ്രഷർ സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നു, നമുക്കൊരു മോട്ടിവേഷൻ ഫീൽ തരുന്നു, ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്നു, പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുന്നത് ഒക്കെ ഈ തരം ഡോപ്പമിൻ്റെ റിലീസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വയറിൽ നിന്നാണ്. രക്തം വഴി ഇത് തലച്ചോറിലേക്ക് എത്തുകയും ഇത് തലച്ചോറിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അളവ് കുറയുമ്പോഴാണ് പാർക്കിൻസൺ പോലുള്ള അസുഖങ്ങൾ വരുന്നത്. മറ്റൊന്നാണ് ഗാബ. നമുക്കൊരു ഗുഡ് ഫീൽ തരുന്ന, നമ്മളെ ഉറക്കത്തിന് സഹായിക്കുന്ന, നമ്മൾ ഓവർ ആക്റ്റീവ് ആക്കാതെ നമ്മളൊരു മിതത്വത്തിൽ നിർത്തുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണിത്. ഇതും വയറിൽ നിന്ന് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയൊക്കെ വയറിൽ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു അവയവം എന്ന് വേണമെങ്കിലും പറയാം. അവയവം അല്ലെങ്കിൽ കൂടെ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ മൈക്രോബയോം. ഈ മൈക്രോബയോം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമ്മളുടെ ഫൈബേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പറയുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിനുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇത് ബ്രെയിൻ ഇൻഫ്ലമേഷൻ തടയാൻ സഹായിക്കുന്നു, വിഷാംശങ്ങൾ തലച്ചോറിലേക്ക് എത്താതിരിക്കുവാൻ സഹായിക്കുന്നു. മാത്രമല്ല ഡോപ്പമിൻ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുവാൻ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡിൻ്റെ സഹായം ആവശ്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രെയിനിന് വയറിൻ്റെ സഹായം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നത്. നമ്മളുടെ തലച്ചോറിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ തലച്ചോറിന് വേണ്ടത് നൽകുവാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു അവയവമായി നമുക്ക് നമ്മുടെ കുടലിനെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നമ്മുടെ ബ്രെയിൻ മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ വയറും കൂടെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എന്താണ് കഴിക്കുന്നത് അത് നമ്മളാക്കി മാറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Subscribe my channel. Thank you.